ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിന് മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ പലപ്പോഴും ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് എന്ത്, നീ രാവിലെ 5 മണിക്ക് വന്നിട്ട് കാര്യമില്ല, നാളെ രാവിലെ 5 മണിക്ക് വന്നിട്ട് കാര്യമില്ല, ഞാൻ ആ സമയത്ത് ഉറങ്ങുകയായിരിക്കും. ഓക്കെ, ഞാൻ വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് നീ ആ സമയത്ത് വന്നിട്ട് കാര്യം, ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും. ഓക്കെ, ഞാൻ ഉറങ്ങുകയായിരിക്കും, നാളെ ഈ സമയം ഞാൻ പോവുകയായിരിക്കും. ഓക്കെ, ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ സബ്ജക്റ്റിന് ആദ്യം വെക്കും, അതിനുശേഷം വില്ലോ ഷാളോ വെക്കും. പൊതുവേ ആയിട്ട് യൂസ് ചെയ്യുന്നത് വില്ലാണ്. പിന്നെ ബി എന്ന് പറയുന്ന ഒരാൾ നമ്മളവിടെ എക്സ്ട്രാ കൊണ്ടുവെക്കും. അപ്പോൾ ഐ വിൽ ബി എന്നായി. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ തന്നെ വെർബിൻ്റെ ING ഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം. ഐ വിൽ ബി സ്ലീപ്പിംഗ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ വെച്ചു, വെർബിൻ്റെ ING ഫോം വെച്ചു, കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാനിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലീപ്പിംഗ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ സ്ലീപ്പിംഗ്, അതിനിടയിൽ നമ്മൾ ആരെ വെക്കുന്നു, വിൽ ബി എന്ന് പറയുന്ന ഒരാളെ ആഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, 1 2 നടുവിൽ വിൽ ബി. ഓക്കെ, അപ്പോൾ ഐ വിൽ ബി സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. യു വിൽ ബി വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ വിൽ ബി സ്റ്റഡിയിങ്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ അവൾ പഠിക്കുകയായിരിക്കും. മഴ പെയ്യുകയായിരിക്കും, എങ്ങനെ പറയും, ഇറ്റ് വിൽ ബി റെയിനിങ്. പിന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഹി വിൽ ബി കുക്കിംഗ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എത്രയും പറയാം. ആകെ എന്തായാലും ആഡ് ചെയ്യേണ്ടുള്ളൂ, വിൽ ബി പറയുക, പിന്നെ വെർബിൻ്റെ ING ഫോം. ഓക്കെ, ഹി വിൽ ബി കുക്കിംഗ്, അവൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അതിന് നെഗറ്റീവ് പറയുകയാണെങ്കിലോ, ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ, ഐ വിൽ നോട്ട് ബി വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല, ജോലി ചെയ്യുകയായിരിക്കില്ല. ഓക്കെ, അതിന് ചുരുക്കിയിട്ട് നമുക്ക് എന്ത് പറയാം, ഐ വോണ്ട് ബി വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുകയായിരിക്കില്ല. ഹി വോണ്ട് ബി കുക്കിംഗ്, അവൻ കുക്ക് ചെയ്യുകയായിരിക്കില്ല. ഓക്കെ, വി വിൽ നോട്ട് ബി വാച്ചിങ്. ഓക്കെ, വി വിൽ നോട്ട് ബി വാച്ചിങ് TV, ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കില്ല, കാണുകയായിരിക്കില്ല. ഓക്കെ, they will not be sleeping, അവർ ഉറങ്ങുകയായിരിക്കില്ല. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ. ഒന്ന് വിൽ ബി ആണ്, ഒന്ന് വോണ്ട് ബി ആണ്, അല്ലെങ്കിൽ വിൽ നോട്ട് ബി ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ, ഉറങ്ങുകയായിരിക്കുമോ എന്നങ്ങനെ ചോദിക്കും. നീ ഉറങ്ങുകയായിരിക്കുമോ, വിൽ യു ബി സ്ലീപ്പിംഗ്. ഓക്കെ, വിൽ യു ബി സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയായിരിക്കുമോ. നീ കുക്ക് ചെയ്യുകയായിരിക്കുമോ, എങ്ങനെ ചോദിക്കും, വിൽ യു ബി കുക്കിംഗ്, നീ കുക്ക് ചെയ്യുകയായിരിക്കുമോ. അവൾ പാടുകയായിരിക്കുമോ, എങ്ങനെയായിരിക്കും, അവളാണ്, വില്ല് കഴിഞ്ഞതിന് ശേഷം ഷീ ബി, വിൽ ഷീ ബി സിംഗിങ്, അവൾ പാട്ട് പാടുകയായിരിക്കുമോ. അവൻ ഭക്ഷണം കഴിക്കുകയായിരിക്കുമോ അല്ലെങ്കിൽ ഈറ്റ് ചെയ്യുകയായിരിക്കുമോ, വിൽ ഹി ബി ഈറ്റിംഗ്. ഓക്കെ, അവൻ കഴിക്കുകയായിരിക്കുമോ. നമ്മൾ കുടിക്കുകയായിരിക്കുമോ, വിൽ വി ബി ഡ്രിങ്കിങ്, നമ്മൾ കുടിക്കുകയായിരിക്കുമോ. ഓക്കെ, മഴ പെയ്യുകയായിരിക്കുമോ, വിൽ ഇറ്റ് ബി റെയിനിങ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ച അതേ ഫോർമാറ്റാണ്. വില്ലിനെ നമ്മൾ തുടക്കത്തിലിട്ടു, ബാക്കിയുള്ളത് അതേപോലെ ഉണ്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇറ്റ് വിൽ ബി റെയിനിങ് എന്നായിരുന്നു, ആ വില്ലിനടുത്ത് തുടക്കത്തിലിട്ടു, അപ്പോൾ വിൽ ഇറ്റ് ബി റെയിനിങ് എന്നായി. ഓക്കെ, അത്രയും സിമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, വിൽ നോട്ട് ബി എന്നാവും അല്ലേ. ഒന്നും പറയാനൊന്നുമില്ല, ഒറ്റ ഉദാഹരണം ഞങ്ങൾക്ക്, വാണ്ട് ഇറ്റ് ബി റെയിനിങ്, മഴ പെയ്യുകയായിരിക്കില്ലേ. ഓക്കെ, വാണ്ട് ഇറ്റ് ബി റെയിനിങ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മളിതിൻ്റെ WH ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും, WH ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പിൽ നമ്മൾ വാട്ട്, വേർ, വെൻ, ഹൗ എന്നുള്ളതൊക്കെ ഇതിന് മുമ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ WH ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, നമ്മൾ ഇപ്പോൾ വിൽ ഐ ബി ഡൂയിങ്, ഞാൻ ചെയ്യുകയായിരിക്കുമോ എന്നാണ് ഈ ചോദ്യം അല്ലേ. അപ്പോൾ വാട്ട് വിൽ ഐ ബി ഡൂയിങ്, ഞാൻ എന്ത് ചെയ്യുകയായിരിക്കും. ഓക്കെ, നീ എവിടെ വർക്ക് ചെയ്യുകയായിരിക്കും, വേർ വിൽ യു ബി വർക്കിംഗ്, നീ എവിടെ വർക്ക് ചെയ്യുകയായിരിക്കും. അവൾ എങ്ങനെ യാത്ര ചെയ്യുകയായിരിക്കും, ഹൗ വിൽ ഷീ ബി ട്രാവലിംഗ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻസ് ഞാൻ അത് പറയുന്നില്ല, കാരണം നമ്മൾ ഇവിടെ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അതിന് മുമ്പിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറേ ഉദാഹരണങ്ങൾ നോക്കാം. ഓക്കെ, നാളെ ഈ സമയം എങ്ങനെ പറയും, ടുമോറോ
അറ്റ് ദിസ് ടൈം. ഓക്കെ, നാളെ ഈ സമയം കോമ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും. എങ്ങനെ പറയാം? ഐ വിൽ ബി പഠിക്കുകയായിരിക്കും. സ്റ്റഡിയിങ്. ഓക്കെ, മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങനെ ആക്കാം. എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുകയായിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം ഐ വിൽ ബി ടേക്കിംഗ്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം എഴുതുകയായിരിക്കും, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, പരീക്ഷയുടെ സമയത്ത് അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ടുമോറോ അറ്റ് ദിസ് ടൈം ഐ വിൽ ബി ടേക്കിംഗ് മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം. ഓക്കെ, ഇനി ഈ വൈകുന്നേരം ഞാൻ രാജിനോടൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ പറയാം? ഐ വിൽ ബി ഈറ്റിംഗ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വിത്ത് രാജിനോടൊപ്പം. ദിസ് ഈവനിങ്, ഈ വൈകുന്നേരം. ഓക്കെ, ഈ വൈകുന്നേരം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അവനോട് പറയാം, സോ ഐ ക്യാൻ ടെൽ ഹെർ, എന്തോ കാര്യത്തെക്കുറിച്ച് ടെൽ ഹിം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റും. ഐ ക്യാൻ ടെൽ ഹിം ഐ വിൽ ബി ഈറ്റിംഗ് വിത്ത് രാജ് ദിസ് ഈവനിങ്, സോ ഐ ക്യാൻ ടെൽ ഹിം. നീ രാജിനോട് അത് പറയുമ്പോൾ വല്ല സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. അത് പറയാം, ഇന്ന് രാത്രി ഇന്ന് വൈകുന്നേരം ഞാൻ അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും, അപ്പോൾ ഞാൻ പറഞ്ഞോളാം. സോ ഐ ക്യാൻ ടെൽ ഹിം. ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ പറയും. ഇനി വേറൊരു ഉദാഹരണം, ജസ്റ്റ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നെക്സ്റ്റ് മൺഡേ, അടുത്ത തിങ്കളാഴ്ച, യു വിൽ ബി വർക്കിംഗ്, നീ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇൻ യുവർ ന്യൂ ജോബ്, എൻ്റെ പുതിയ ജോലി. ഓക്കെ, അപ്പോൾ പുതിയ ജോലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കണം. എന്തോ വലിയ ജോലിയാണെന്ന് തോന്നുന്നു, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയായിരിക്കാം. അപ്പോൾ അവനതിൽ ജോയിൻ ചെയ്തു, അവിടെ വർക്ക് ചെയ്യാനുള്ള എന്താ പറയുക അവസരം കിട്ടി. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ പറയണം നമ്മൾ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അടുത്ത തിങ്കളാഴ്ച നീ ഇപ്പോൾ അവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുമല്ലോ. അതാണ് ജസ്റ്റ് തിങ്ക് നെക്സ്റ്റ് മൺഡേ യു വിൽ ബി വർക്കിംഗ് ഇൻ യുവർ ന്യൂ ജോബ്. ഓക്കെ, പിന്നെ ഓക്കെ, ഇൻ ദ ഈവനിങ്, വൈകുന്നേരം, ഐ വിൽ ബി ബേക്കിംഗ് എ ബർത്ത്ഡേ കേക്ക്. ഓക്കെ, വൈകുന്നേരം ഞാനൊരു ബർത്ത്ഡേ കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇൻ ദ ഈവനിങ്. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം, ഐ വിൽ ബി വാച്ചിങ്, ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ടി വി കണ്ടിരിക്കുകയായിരിക്കും. വെൻ ഷീ അറൈവ്സ് ടുനൈറ്റ്, ഇന്ന് രാത്രി അവൾ വരുമ്പോൾ ഞാനിവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഐ വിൽ ബി വെയിറ്റിംഗ്, ഞാൻ കാത്തിരിക്കുകയായിരിക്കും. ഫോർ യു, നിനക്ക് വേണ്ടി. വെൻ യുവർ ബസ് അറൈവ്സ്, നിൻ്റെ ബസ് അവിടെ എത്തുമ്പോൾ ഞാനവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഓക്കെ, ഹീ വിൽ ബി സ്റ്റഡിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അറ്റ് ദ ലൈബ്രറിയിൽ. സോ ഹീ വിൽ നോട്ട് സീ ഹിം വെൻ ഹീ അറൈവ്സ്. ഓക്കെ, വലിയ സെൻറ്റൻസാണ്, പക്ഷെ ഒന്നുമില്ല. ഹി വിൽ ബി സ്റ്റഡിങ് അറ്റ് ദ ലൈബ്രറി, അവൻ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഹി വിൽ നോട്ട് സീ ഹിം വെൻ ഹി അറൈവ്സ്, അതുകൊണ്ട് തന്നെ അവൻ വരുമ്പോൾ അവനെ കാണാൻ കഴിയില്ല. ഓക്കെ, അവൻ കാണില്ല. അപ്പോൾ വേറെ ആരോ വരുന്നുണ്ട്, അപ്പോൾ അവൻ വരുന്ന സമയത്ത് അവനെ കാണാൻ കഴിയില്ല, കാരണം ഇവൻ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് എല്ലായിടത്തും ഹി എന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പേര് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും. ഓക്കെ, സോ ഹി വിൽ നോട്ട് സീ രാജ് എന്ന് ഉണ്ടാക്കും. രാജ് എന്നുള്ളതാണ് വേഗം എന്താ പറയുക എൻ്റെ മനസ്സിൽ വരിക. ഹി വിൽ ബി സ്റ്റഡിങ് അറ്റ് ദ ലൈബ്രറി, അവൻ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഹി വിൽ നോട്ട് സീ രാജ്, അതുകൊണ്ട് തന്നെ അവൻ രാജിനെ കാണില്ല. വെൻ ഹി അറൈവ്സ്, രാജ് വരുമ്പോൾ. ഓക്കെ, ഡോണ്ട് റിങ് അറ്റ് 8 o'clock, 8 മണിക്ക് ഫോൺ വിളിക്കരുത്. ഓക്കെ, ഐ വിൽ ബി വാച്ചിങ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത്? ഹൂ വാണ്ട്സ് ടു ബി എ മില്യനയർ എന്ന് പറയുന്ന ഷോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഹൂ വാണ്ട്സ് ടു ബി എ മില്യനയർ, ആർക്കുമാകാം കോടീശ്വരൻ, അങ്ങനെ എന്തോ ഒരു പരിപാടി നമുക്കുണ്ടല്ലോ, എന്നതുപോലുള്ളൊരു പരിപാടിയാണ് ഹൂ വാണ്ട്സ് ടു ബി എ മില്യനയർ എന്ന പ്രോഗ്രാം. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ഭയങ്കരമായിട്ട് അത് എൻ്റെ ആരാധകനാണ്. അപ്പോൾ ആ സമയത്തൊന്നും എന്നെ ഫോൺ വിളിക്കരുത് എന്ന് പറയാം. ഓക്കെ, ഡോണ്ട് റിങ് അറ്റ് 8 o'clock. ദിസ് ടൈം ടുമോറോ, നാളെ ഈ സമയം, അതാണ് ദിസ് ടൈം ടുമോറോ. വി വിൽ ബി സിറ്റിംഗ്, നമ്മൾ ഇരിക്കുകയായിരിക്കും. ഓൺ ദ ബീച്ച്. ഓക്കെ, നമ്മൾ ബീച്ചിലിരിക്കുകയായിരിക്കും. ഐ കാൺട്ട് വെയിറ്റ്
എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തിടുക്കമായി. ദിസ് ടൈം ടുമോറോ വിൽ ബി സിറ്റിംഗ് ഓൺ ദ ബീച്ച്. നമ്മൾ ഈ സമയം നാളെ ഈ സമയം ബീച്ചിൽ ഇങ്ങനെ ഇരിക്കരുത്, എന്നെക്കൊണ്ട് കാത്തിരിക്കാൻ വയ്യ. മരത്തുമ്പോൾ വലിഞ്ഞു കയറും, അങ്ങനെ എന്തൊരു പരസ്യം ഉണ്ടായിരുന്നു അല്ലേ, ഞാനിപ്പം മരത്തുമ്പോൾ വലിഞ്ഞു കയറും എന്ന് പറഞ്ഞ പോലെ. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാം. ഓക്കെ, ഡോണ്ട് ഫോൺ ഗ്രാൻഡ്മ നൗ. ഗ്രാൻഡ്മയെ ഇപ്പോൾ വിളിക്കരുത്, ഇപ്പോൾ ഫോൺ വിളിക്കരുത്. ഷീ വിൽ ബി ഹാവിങ് ഡിന്നർ. അവളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ്മ ഇപ്പോൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഹാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാവിങ് എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുക, കുടിക്കുക, അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഹാവിങ്ങിനെ കുറിച്ചൊരു വീഡിയോ വിശദീകരിക്കാമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാവിങ്ങിനെ കുറിച്ച് ഞാൻ പറയും, പക്ഷേ നമ്മൾ ടെൻസൊക്കെ കഴിഞ്ഞ് 1 by 1 ആയിട്ട് ഓരോ കാര്യം പറയുന്നതിനിടയിലേ വരികയുള്ളൂ. നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷീ വിൽ ബി ഹാവിങ് ഡിന്നർ. അവർ ഡിന്നർ കഴിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നീ ഫോൺ വിളിക്കണ്ട. മറ്റൊന്ന്, ദ കിഡ്സ് ആർ വെരി ക്വയറ്റ്. ഓക്കെ, ആർ വെരി ക്വയറ്റ്. കുട്ടികൾ വളരെ സൈലൻ്റാണ്, ആരും മിണ്ടുന്നൊന്നുമില്ല, ആരുടെയും ഒച്ചയൊന്നും കേൾക്കുന്നില്ല, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ദേ വിൽ ബി ഡൂയിങ് സംതിങ് റോങ്. അവരെന്തോ കുരുത്തക്കേട് അവിടെ ഒപ്പിക്കുന്നുണ്ടായിരിക്കാം. ഐ നോ ഇറ്റ്, എനിക്കറിയാം. അതങ്ങനെ അവർ കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ന് പറയുമല്ലോ. ഐ നോ ഇറ്റ്, എനിക്കതറിയാം. ദേ വിൽ ബി ഡൂയിങ് സംതിങ് റോങ്. അവരെന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുകയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും വികൃതിയൊക്കെ ഒപ്പിക്കുമ്പോൾ വളരെ സൈലൻ്റ് ആയിരിക്കുമല്ലോ, അതിനെക്കുറിച്ച് പറയുന്നത്. ദ കിഡ്സ് ആർ വെരി ക്വയറ്റ്, ദേ വിൽ ബി ഡൂയിങ് സംതിങ് റോങ്, ഐ നോ ഇറ്റ്. ഓക്കെ, അറ്റ് 8 o'clock, 8 മണിക്ക്. I'll be, ഓക്കെ, എന്താ സംഭവിച്ചത്? At 8 o'clock, I'll be eating dinner. ഞാൻ ഡിന്നർ കഴിക്കുകയായിരിക്കും 8 മണിക്കൊക്കെ. at 8 o'clock കഴിക്കുകയായിരിക്കും. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയാൻ എന്താ? നിങ്ങൾക്കറിയാം, വില്ലിന് ശേഷം ഒരു നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നെഗറ്റീവ് ആവും. അല്ലെങ്കിൽ വിൽ ബി എന്ന് പറയുന്നിടത്തൊക്കെ won't be എന്ന് വെച്ചാൽ മതി. ഓക്കെ, 2-3 ഉദാഹരണങ്ങൾ നോക്കാം. I'll not be waiting for you. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കില്ല. ഓക്കെ, കാത്തിരിക്കുകയായിരിക്കും നീ വിചാരിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കൊന്നുമില്ല. ആ സമയത്ത് നീ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവില്ല, കാത്തിരിക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, യു വിൽ നോട്ട് ബി ഫീലിംഗ് വെൽ ടുമോറോ. നാളെ നിനക്ക് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല, നീ എന്താ പറയുക, അത്ര അസുഖബാധിതനാണ്. അപ്പോൾ നാളെ നിനക്ക് അത്ര എന്താ പറയുക, നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ നോട്ട് ബി ഫീലിംഗ് വെൽ ടുമോറോ. നാളെയും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും, വലിയ സുഖമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നാളേക്ക് മാറില്ല, അസുഖമൊന്നും നാളേക്ക് മാറില്ല. വിൽ നോട്ട് ബി ഫീലിംഗ് വെൽ ടുമോറോ. ഓക്കെ, വി വിൽ നോട്ട് ബി ഷിഫ്റ്റിംഗ്. ഓക്കെ, ബി ഷിഫ്റ്റിംഗ് ടു എ ന്യൂ ഹോം നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുകയായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാൻ പോകുന്നില്ല, മാറുകയായിരിക്കില്ല. വി വിൽ നോട്ട് ബി ഷിഫ്റ്റിംഗ് ടു എ ന്യൂ ഹോം നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം. ഇറ്റ് വിൽ നോട്ട് ബി, ഓക്കെ, നല്ല ചൂടാണ്. ഇറ്റ് വിൽ നോട്ട് ബി റെയിനിങ് ടുമോറോ. ഓക്കെ, നാളെ മഴ പെയ്യുകയായിരിക്കില്ല. മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നല്ല ചൂടാണ്. ഇറ്റ് വിൽ നോട്ട് ബി റെയിനിങ് ടുമോറോ. നാളെ മഴ പെയ്യുകയായിരിക്കില്ല. മഴ പെയ്യുകയായിരിക്കും എന്ന് പറയുന്നിടത്ത് അതിന് നെഗറ്റീവ്. മഴ പെയ്യുകയൊന്നുമില്ല. ഇറ്റ് വിൽ നോട്ട് ബി റെയിനിങ് ടുമോറോ. ഈ സമയത്ത് നാളെ മഴയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ബെൻ വോണ്ട്, നമ്മൾ വിൽ നോട്ട് ഉപയോഗിച്ചിടത്തൊക്കെ നിങ്ങൾക്ക് വോണ്ട് പകരം വെക്കാൻ പറ്റുമോ. ബെൻ വോണ്ട് ബി ഈറ്റിംഗ് ദ ഡിന്നർ നൗ. ഓക്കെ, ഓക്കെ, ബെന്ന് ഇപ്പോൾ ഡിന്നർ കഴിക്കുകയായിരിക്കില്ല. ഹി യൂഷ്വലി, സാധാരണ, ഈറ്റ്സ് ഇറ്റ്. ഡിന്നർ എപ്പോഴാണ് കഴിക്കാറുള്ളത്? അറൗണ്ട് നൂൺ. ഉച്ച സമയത്തൊക്കെയാണ് ഡിന്നർ അവന് കഴിക്കാറുള്ളത്, നൂൺ സമയത്ത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അവൻ ഡിന്നർ കഴിക്കുകയായിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമ്മൾ മുകളിൽ ഉദാഹരണം പറഞ്ഞു. ഓക്കെ, വിൽ യു ബി, അങ്ങനെയല്ല നമ്മൾ തുടങ്ങുന്നുണ്ട് അല്ലേ. വിൽ യു ബി ബ്രിങ്ങിങ്, നീ കൊണ്ടുവരികയായിരിക്കുമോ, യുവർ ഫ്രണ്ട്, നിൻ്റെ സുഹൃത്തിനെ, ടു ദ പബ്, പബ്ബിലേക്ക്, ടു നൈറ്റ്, ഇന്ന് രാത്രി, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇന്ന് രാത്രി പബ്ബിലേക്ക് നീ എൻ്റെ സുഹൃത്തിനെ കൊണ്ടുവരികയായിരിക്കുമോ, നീ കൊണ്ടുവരുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് നീ കൊണ്ടുവരികയായിരിക്കുമോ, ആണോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് അറിയണം, നീ കൊണ്ടുവരുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയണം. അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ,
വിൽ ഷീ ബി ഗോയിങ് ടു ദ പാർട്ടി? അവൾ പാർട്ടിക്ക് പോവുകയായിരിക്കുമോ? ടുനൈറ്റ്, ഇന്ന് രാത്രി പാർട്ടിക്ക് പോവുകയായിരിക്കുമോ? നമ്മൾ അറിയാൻ വേണ്ടി ചോദിക്കണം, ഇന്ന് രാത്രി അവൾ പോവുകയായിരിക്കുമോ എന്ന് നമ്മൾ അറിയാൻ. യെസ് ഓർ നോ, ജസ്റ്റ് വാണ്ട് ടു നോ. വി ജസ്റ്റ് വാണ്ട് ടു നോ. ഓക്കെ, അറിയണമെന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ വ്യത്യാസം ഒന്നും കൂടെ കൃത്യമായിട്ട് പറയാം. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. വിൽ യു കം ഹോം? നീ വീട്ടിലേക്ക് വരുമോ എന്നാണ് ചോദ്യം അല്ലേ. വിൽ യു കം ഹോം ഇതെന്താണ്? സിമ്പിൾ ഫ്യൂച്ചറാണ്, നിങ്ങൾക്കറിയാം. ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വിൽ യു കം ഹോം, നീ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നീ വീട്ടിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, വാണ്ട് യു ടു കം ഹോം, നീ വീട്ടിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ചോദിക്കുന്നത് നീ വീട്ടിലേക്ക് വരുമോ എന്ന്. അതേസമയം നമ്മൾ ഇപ്പോൾ പഠിച്ച ടെൻസ് വെച്ചിട്ട് ചോദിക്കണം, വിൽ യു ബി കമ്മിങ് ഹോം, നീ വീട്ടിലേക്ക് വരികയായിരിക്കുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം നീ വരുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയണം. ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു നോ, നീ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, വിൽ യു ബി കമ്മിങ് ഹോം, നീ വീട്ടിലേക്ക് വരികയായിരിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, സോ അതാണ്. ഇനി വിൽ ഹി ബി സ്റ്റഡിയിങ് ഫോർ BA നെക്സ്റ്റ് ഇയർ? അവന് അടുത്ത വർഷം BAക്ക് പഠിക്കുകയായിരിക്കുമോ എന്ന്. ഓക്കെ, ഇനി അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ ചോദിക്കുക? വോണ്ട് ഹി ബി സ്റ്റഡിയിങ് ഫോർ BA നെക്സ്റ്റ് ഇയർ? അവൻ BAക്ക് പഠിക്കുകയായിരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ WH ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കണ്ട ഉദാഹരണങ്ങൾ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, WH ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് പരിവർത്തിപ്പിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സ്വയം പരിശ്രമിക്കുന്നത് വളരെ നല്ലതാണ്, അപ്പോഴേ അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഇത്തരം ഡയലോഗുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു വെക്കുക. മലയാളത്തിൻ്റെ എക്സാക്റ്റ് അർത്ഥം നിങ്ങൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്, ആ സംഗതി പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, കറക്റ്റ് മലയാളത്തിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല, ഇംഗ്ലീഷിനെ അതേപോലെ തന്നെ നമുക്ക് മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. സോ അത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. That is all in this video. Hope you got something useful from this video. Please support this channel by sharing these videos with your friends, and thank you. Goodbye.